അപ്പൊ ആദ്യത്തെ നമ്മുടെ മലയാള സിനിമ എന്ന് പറഞ്ഞ പെരുന്തച്ചൻ, അതിലേക്ക് വരുമ്പോ മലയാളം ഒട്ടും അറിയില്ലായിരുന്നല്ലോ. ഒരു അക്ഷരം പോലും അറിയില്ലായിരുന്നു. ഒന്നും അറിയില്ല. അപ്പൊ ഇങ്ങനെ ഒരു ഓഫർ, അതായത് മലയാളത്തിന്റെ ഒരു ലെജൻഡ് റൈറ്റർ ആണ് അദ്ദേഹം, MT സാർ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഒരു സിനിമയില് ആൻഡ് പെരുന്തച്ചൻ ഇപ്പോഴും മലയാളത്തിന്റെ ഒരു നാഴിക കല്ലാണ് ആ സിനിമ. എങ്ങനെയാ നന്നായിട്ട് അത് ഹാൻഡിൽ ചെയ്തത്? എന്ന് സെലക്ട് ചെയ്തത് തന്നെ ലുക്സും മലയാളിയെ പോലെയാണ്, ഒരു ചുരുണ്ട മുടിയും നല്ല വിടർന്ന കണ്ണുകളും അങ്ങനെയാണ് എന്നെ കാസ്റ്റിംഗ് ചെയ്തത്. പക്ഷെ അവിടെ പോയി നിൽക്കുമ്പോ ഈ തമ്പുരാട്ടിയുടെ ഒരു ഇതാണ്, റോളാണ്. ഡ്രസ്സൊക്കെ ചെയ്തു. അപ്പൊ നമ്മുടെ തമ്പുരാട്ടി പെർഫെക്റ്റ് ആയി എന്നൊക്കെ എല്ലാവരും പറയാൻ തുടങ്ങി. ഫസ്റ്റ് ഷോട്ട് എടുക്കാനായിട്ട് എല്ലാം റെഡിയായി നിന്നു. അപ്പൊ ഞാൻ എത്ര ശ്രമിച്ചാലും എനിക്ക് കിട്ടുന്നില്ല ഇത്. അപ്പൊ ഞാൻ പറഞ്ഞു, ആദ്യത്തെ ദിവസം തന്നെ ഇത്രയൊക്കെ കൊടുത്താൽ എനിക്ക് പറ്റുന്നില്ലേ, എനിക്ക് ഒരു ദിവസം കൂടി സമയം തരുമോ, ഞാൻ ഇത് ബൈഹാർട്ട് ആക്കിയിട്ട് എങ്ങനെയെങ്കിലും ഒപ്പിച്ചു തരാം. എന്നിട്ട് അന്ന് രാത്രി ആ ഇതില് MT വാസുദേവൻ നായർ സർ വന്നു ആ സെറ്റിലേക്ക്. അപ്പൊ അവർ കിട്ടിയല്ലോ. പിന്നെ അവരുടെ അടുത്ത് പോയിട്ട് ഇതിന്റെ പങ്ക്ച്വേഷൻസ് ഒന്ന് ഇട്ട് തരണം, എങ്ങനെയാ പറയേണ്ടത്, ആ ഡയലോഗ്സ് ഒന്ന് പറഞ്ഞു കൊടുക്കണമെന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ സാർ ഒരു 6 മണിക്കൂർ ഇരുന്നിട്ട് എന്റെ ഭാഗ്യം നോക്കി സാറിന്റെ ഒപ്പം അവിടെ തന്നെ ഇരുന്നിട്ട് എല്ലാ ആ വഴികളിലുള്ള ഭാവവും പിന്നെ പങ്ക്ച്വേഷൻസ് പങ്ക്ച്വേഷൻസ് എല്ലാം ഇട്ട് തന്നു. എന്നിട്ട് നെക്സ്റ്റ് ഡേ ഒറ്റ ഷോട്ടിലാണ് അത് ഓക്കെ ആക്കിയത്. എല്ലാവരും ഞെട്ടിപ്പോയി കാണുമല്ലേ? ഞെട്ടിപ്പോയി. എങ്ങനെയാന്ന് പ്രൊനൗൺസിയേഷൻ പോലും ശരിയായിരുന്നു എന്നാണ് അവർ പറഞ്ഞത്.